ഉത്തർപ്രദേശിലെ ബിജ്നോർ ജില്ലയിലുള്ള ഹുസൈൻപൂർ ഗ്രാമത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ദാരുണമായ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വിവാഹിതയായ യുവതിയും 19 വയസ്സുള്ള കാമുകനുമാണ് വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിൽ ആയതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത്. ഹുസൈൻപൂർ സ്വദേശിനിയായ ആരതിയും അയൽവാസിയായ ലളിതുമാണ് മരണത്തിന് കീഴടങ്ങിയത്. പ്രാഥമിക അന്വേഷണങ്ങൾ സംഭവം ആത്മഹത്യയാണെന്ന നിഗമനത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. 2 കുട്ടികളുടെ അമ്മയായ ആരതി ഭർത്താവ് ജഗ്മോഹനൊപ്പം ഹുസൈൻപൂർ ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. അയൽവാസിയായ ലളിതുമായി ആരതിക്കുണ്ടായിരുന്ന സൗഹൃദം കാലക്രമേണ പ്രണയമായി വളർന്നു. ഈ ബന്ധം രഹസ്യമായി സൂക്ഷിക്കാൻ ഇരുവരും ശ്രമിച്ചെങ്കിലും അധികം വൈകാതെ തന്നെ ഇത് നാട്ടിൽ പരസ്യമാവുകയും കുടുംബത്തിൽ നിന്ന് അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു. വിവാഹബന്ധം നിലനിൽക്കെ ആരതി ലളിതുമായി അടുപ്പം പുലർത്തുന്നത് ഗ്രാമത്തിൽ വലിയ ചർച്ചാ വിഷയമായി. ഒരു ചെറിയ ഗ്രാമത്തിൽ ഇത്തരം ബന്ധങ്ങൾ പുറത്തറിയുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹിക സമ്മർദ്ദവും ഒറ്റപ്പെടലും ഇരുവർക്കും താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഇത് ഇവരുടെയും കുടുംബജീവിതത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ ഒരുമിച്ച് ജീവിക്കാൻ മറ്റ് വഴികളില്ലെന്ന് തോന്നിയ ഇരുവരും ഒക്ടോബർ 10 വീടും നാടും വിട്ട് ഒളിച്ചോടി. ഇത് ഗ്രാമത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കി. ഇവരെ കാണാതായതോടെ കുടുംബങ്ങൾ പരിഭ്രാന്തരായി. ഭാര്യ ആരതിയെ ലളിത് തട്ടിക്കൊണ്ടുപോയി എന്ന് ആരോപിച്ച ഭർത്താവ് ജഗ്മോഹൻ പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും അധികം വൈകാതെ തന്നെ ഇരുവരെയും കണ്ടെത്തുകയും ചെയ്തു. പ്രായപൂർത്തിയാകാത്ത ലളിതുമായുള്ള ബന്ധം കാരണം കേസ് കൂടുതൽ സങ്കീർണമായിരുന്നു. പോലീസ് കണ്ടെത്തിയ ഇരുവരെയും തുടർന്ന് കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ വെച്ച് ആരതിയുടെ മൊഴി നിർണായകമായി. തനിക്ക് ഭർത്താവിനൊപ്പം പോകാനാണ് ഇഷ്ടമെന്ന് ആരതി അറിയിച്ചതിനെ തുടർന്ന് സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇത് ലളിതിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു. കോടതിയിൽ ഭർത്താവിനൊപ്പം പോകാൻ തീരുമാനിച്ചെങ്കിലും ലളിതുമായുള്ള വൈകാരിക ബന്ധം ആരതി പൂർണ്ണമായി ഉപേക്ഷിച്ചിരുന്നില്ലെന്നാണ് സൂചനകൾ. ലളിതുമായുള്ള ബന്ധം രഹസ്യമായി തുടർന്നിരുന്നു എന്നതിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നാട്ടിൽ പരസ്യമായ ഒരു പ്രണയബന്ധം തുടരാൻ കഴിയാതെ വന്നതും നിയമപരമായും കുടുംബപരമായും ഉണ്ടായ സമ്മർദ്ദവുമാണ് ഇവരുടെ ജീവിതത്തെ തകിടം മറിച്ചത്. പരമ്പരാഗതമായ ഒരു ഗ്രാമത്തിൽ വിവാഹബന്ധം വേർപ്പെടുത്തി ഇഷ്ടപ്പെട്ടയാൾക്കൊപ്പം ജീവിക്കുക എന്നത് ഇവൾക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ദീപാവലി ആഘോഷങ്ങളിൽ മുഴുകിയിരുന്ന സമയത്താണ് ഇരുവരും വീണ്ടും വീട് വിട്ടിറങ്ങിയത്. ആഘോഷങ്ങൾക്കിടയിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഗ്രാമത്തിൽ നിന്ന് അകലെയുള്ള വനത്തിലേക്ക് ഇവർ പോയി. ഈ വനത്തിൽ വെച്ചാണ് ഇരുവരും വിഷം കഴിച്ചത്. ആരതിയും ലളിതിനെയും കാണാതായതിനെ തുടർന്ന് നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് തിരച്ചിൽ ആരംഭിച്ചു. ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ വനത്തിനുള്ളിൽ ഗുരുതരാവസ്ഥയിൽ ഇവരെ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ ഗ്രാമീണർ ചേർന്ന് ഇരുവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും നില അതീവ ഗുരുതരമായിരുന്നതിനാൽ ഇരുവരെയും ബിജ്നോർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിദഗ്ധ ചികിത്സ നൽകിയിട്ടും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ചികിത്സയിലിരിക്കെ ഇരുവരും മരണത്തിന് കീഴടങ്ങി. വിഷം ഉള്ളിൽ ചെന്നാണ് ഇരുവരും മരണപ്പെട്ടതെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രണയബന്ധം നാട്ടിൽ അറിയപ്പെട്ടതിനെ തുടർന്നുള്ള സമ്മർദ്ദങ്ങളും ഭീഷണികളുമാണ് ഈ ദാരുണമായ തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ആരതിയുടെ ഭർത്താവ് ജഗ്മോഹനും ലളിതിന്റെ കുടുംബാംഗങ്ങളും കടുത്ത ദുഃഖത്തിലാണ്. സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഇരു കുടുംബാംഗങ്ങളിൽ നിന്നും പോലീസ് വിശദമായ മൊഴിയെടുക്കുന്നുണ്ട്. കോടതിയിൽ ഭർത്താവിനൊപ്പം പോകാൻ തീരുമാനിച്ച ആരതി എന്തിന് വീണ്ടും ലളിതിനൊപ്പം പോയി എന്നതിലാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. വിവാഹബന്ധത്തിന് പുറത്തുള്ള പ്രണയത്തെ സമൂഹം അംഗീകരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യമാണ് ഈ ദുരന്തത്തിന് പിന്നിലെ പ്രധാന കാരണം. സാമൂഹിക ഒറ്റപ്പെടലും കടുത്ത അപമാനവും നേരിടേണ്ടി വരുമെന്ന ഭയമാണ് ഇത്തരമൊരു കടുംകൈ ചെയ്യാൻ ഇരുവരെയും പ്രേരിപ്പിച്ചത്. പ്രായപൂർത്തിയാകാത്ത ലളിതിന്റെ ജീവിതം അവസാനിച്ചത് യുവതലമുറ നേരിടുന്ന വൈകാരിക പ്രതിസന്ധികളുടെ സൂചനയാണ്. പ്രണയബന്ധങ്ങളിലെ തടസ്സങ്ങൾ നേരിടാൻ കഴിയാതെ വരുമ്പോൾ ചെറുപ്പക്കാർ എടുക്കുന്ന തീവ്രമായ തീരുമാനങ്ങളെക്കുറിച്ച് സമൂഹം ബോധവാന്മാരാകേണ്ടതുണ്ട്. ആരതിയുടെ മരണത്തോടെ 2 കുട്ടികൾക്കാണ് അമ്മയെ നഷ്ടമായത്. ഇവരുടെ ഭാവി വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. പ്രണയത്തിന്റെ പേരിൽ എടുത്ത ഈ തീരുമാനം നിഷ്കളങ്കരായ കുട്ടികളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നത് ശ്രദ്ധേയമാണ്.